ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എൻ്റെ അപ്പത്തിൻ്റെ മാവ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് വിശക്കുന്നുണ്ട്, വല്ലാണ്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കാൻ പോവാ, 2 ബന്നുണ്ട് ഇവിടെ, അതാദ്യം കഴിച്ച് വിശപ്പ് നടക്കാൻ വേണ്ടി പോവാണ്. ഇതാദ്യം ഒഴിച്ച് വെക്കട്ടെ. എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ 7 മണിയായി എണീക്കാനെന്ന്, അപ്പോൾ കുറച്ച് ലേറ്റായി. സാരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയതാണ്. അതവിടെ കിടന്നോട്ടെ. ഇത് ഈ അപ്പം ആക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാലും മതി. അപ്പോൾ മാവ് വെറുതെ വിളക്കാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ചായ കാപ്പി ചൂടുവെള്ളത്തിൻ്റെ ചൂടുവെള്ളം. ഈ പ്രാവശ്യമില്ലേ ബെല്ലത്തിൻ്റെ പൊടി, ഞാൻ പറഞ്ഞില്ലേ ചക്കര, ഇത് നാട്ടുചക്കര എന്നിട്ട് ബെല്ലത്തിൻ്റെ പൊടി കിട്ടിയിരുന്നു. ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വലിയ ഉണ്ടയായിട്ടുള്ള ശർക്കരയെ കൊണ്ടുവന്നേ, അത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. അതാണ് പോണത്. പൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്. അതിങ്ങോട്ട് പാത്രത്തിലേക്ക് കൊട്ടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് കൊണ്ടുവന്നാൽ ഇതിങ്ങനെ കട്ട പൊടിച്ചിട്ട് നമ്മൾ പൊടിയാക്കി വെക്കണം. അതാണ്. പാലൊഴിച്ചതാണ് ബന്നിലേക്ക്. എന്തോ ഒരു ഇഷ്ടം അങ്ങനെ കഴിക്കാം.
തിളച്ചു, കാപ്പി തിളച്ചോ നോക്കിയാൽ എനിക്ക് എത്തൂല. ഈ അടുപ്പിന് മുകളിൽ വെച്ചിട്ടേ ഞാൻ എന്തി നോക്കണം, അത് എനിക്ക് കാണൂല. മറ്റേ ചെറിയൊരു അടുപ്പുണ്ടായിരുന്നു, അത് ഇതായി കേടായി പോയതാണ്. അപ്പം വേറൊരു അടുപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. കുറച്ച് തോന്നിയിട്ട് വെച്ചത് കുടിച്ച് തീർക്കണ്ടേ, സാരില്ലല്ലേ, കുടിക്കാം. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇരട്ടല്ലാത്തപ്പോൾ എനിക്കുള്ള സ്ഥാനമാണത്. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ചായ കുടിക്കും, ചോറ് തിന്നും ഒക്കെ. ഭയങ്കര ചൂട്. കൂട്ടുകാരെ എല്ലാവരും ചായ കുടിച്ച് നല്ല അടുത്ത വിശപ്പിനുള്ള സമയമായിട്ടുണ്ടാവും അല്ലേ. ചിലർക്ക് ഇഡ്ഡലി ആയിരിക്കും, ചിലർക്ക് പുട്ടായിരിക്കും, വെള്ളാപ്പായിരിക്കും, അങ്ങനെ പലതും ഓരോരുത്തരുടെ വീട്ടിലുണ്ടാക്കും അല്ലേ. ഗൈസ്, ഇന്ന് എനിക്കൊരു വിഷമം പിടിച്ചൊരു സംഗതി ഉണ്ടായിട്ടോ. കാരണം രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിനി. ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എന്താക്കി, ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും അച്ഛനെ ഒന്നുകൂടി വിളിച്ചു നോക്കി. അപ്പോൾ വിളിച്ചപ്പം അച്ഛൻ ഭയങ്കര സങ്കടത്തിലായിരിക്കണത്. പാവം, അച്ഛൻ്റെ പേഴ്സ് കാണാണ്ടായിപ്പോയി. വല്ലാത്തൊരു വിഷമമായിപ്പോയി. അച്ഛൻ നല്ല പൈസ ഉണ്ടായിരുന്നു പോലെ. എനിക്ക് കേട്ടപ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ ബാങ്കിൽ ഇട്ടേക്കൊന്നുമില്ല, ATM കാർഡ് ഉപയോഗിക്കില്ല. അതൊക്കെ ഒരു അച്ഛന് പേടിയാണ്. എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരും, ATM കാർഡ് റെഡിയാക്കി ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്ന രീതിയിൽ, ATM കാർഡിൽ നിന്ന് എടുക്കുന്ന രീതിയിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അച്ഛൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഇതാ ഇങ്ങനെ പേഴ്സ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടത്തിലിരിക്കുകയാണ് അച്ഛൻ. ആ സങ്കടം ഉടനെ തീർന്നിട്ട് അച്ഛൻ്റെ പേഴ്സ് തിരിച്ച് കിട്ടിയിട്ട് അച്ഛൻ സന്തോഷത്തോടു കൂടി എന്നെ വിളിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് നടക്കുമെൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അച്ഛൻ ആ പേഴ്സ് കിട്ടിയിട്ട് അച്ഛൻ്റെ കുറേ പൈസ ഉണ്ട് പറഞ്ഞില്ലേ, നല്ലൊരു എമൗണ്ട് ഉണ്ടെന്നാണ് അച്ഛനോട് പറഞ്ഞത്. ആ പൈസ കിട്ടിയിട്ട് അച്ഛൻ എനിക്ക് മനസ്സറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പൈസ തരും എന്നുള്ള, അതായത് ഞാൻ ഒരു സംഗതി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ പൈസ കിട്ടട്ടെ, അച്ഛൻ്റെ പേഴ്സ് കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഈ മോളുടെ പ്രാർത്ഥന നിറവേറി അത് കിട്ടിയല്ലോ അത് വിചാരിച്ചിട്ട് അച്ഛൻ ഞാൻ വിചാരിച്ച സംഗതിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് പ്രാർത്ഥന കേൾക്കട്ടെ. വേറെന്താ, ഈ ലോകത്തുള്ള എല്ലാവർക്കും, അതായത് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അതൊന്നുമില്ല കേട്ടോ, ഈ ലോകത്തുള്ള എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ വന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കും അതേപോലെ സന്തോഷം സമാധാനം
ഒക്കെ എനിക്കും വന്ന് ചേർത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അച്ഛന് പേഴ്സ് കിട്ടിയാൽ ഞാൻ വിവരം പറയാം കേട്ടോ. അച്ഛൻ വല്ലാതെ വിഷമിച്ചിട്ടായിരിക്കണേ. ആ പേഴ്സ് തിരിച്ച് കിട്ടിയാൽ മതി ഇനി ദൈവമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം കിട്ടട്ടെ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.